പുണർതം നക്ഷത്രക്കാരെ 2025 വർഷഫലമാണ് നക്ഷത്ര വിജയത്തിൽ പ്രതിപാദിക്കുന്നത്. പുണർതം നക്ഷത്രജാതര് 2 രാശികളിലായിട്ടാണ് നിൽക്കുന്നത്. മിഥുനം രാശിയിലും കർക്കിടകം രാശിയിലും. പുണർതം മുക്കാല് മിഥുനം രാശിയിൽ, പുണർതം കാല് അവസാന ഭാഗം കർക്കിടകം രാശിയിലുമാണ്. ഇതിൽ പുണർതം മുക്കാല് നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ജന്മത്തിലേക്കും ശനിയുടെ രാശിമാറ്റം 10ലേക്കും, അതായത് കർമ്മസ്ഥാനത്തേക്കും തൊഴിൽ സ്ഥാനത്തേക്കും, പിന്നെ കേതു രാഹുക്കളുടെ രാശിമാറ്റം ഗുണാനുഭവങ്ങൾ നൽകുന്നതുമാണ്. പുണർതം കാല് നക്ഷത്ര ജാതകർക്ക് 12ലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നത്. ഒപ്പം തന്നെ 9ലേക്ക് ശനിയുടെ രാശിമാറ്റവും 8ലേക്ക് രാഹുവിൻ്റെ രാശിമാറ്റവും 2ലേക്ക് കേതുവിൻ്റെ രാശിമാറ്റവും വരുന്നു. ഈ രാശിമാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിലെ ഗുണാനുഭവങ്ങൾ നൽകുക എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടുള്ള കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ കഠിന അധ്വാനം വേണ്ടി വരുന്ന വിഭാഗത്തിലേക്കുള്ള സ്ഥാനമാറ്റങ്ങളും ആണ് ഇവിടെ ശനിയുടെ മാറ്റം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. വ്യാപാര രംഗത്ത് മത്സര സാധ്യത കൂടും. കൂട്ടുവ്യാപാരങ്ങളിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കും. അതെല്ലാം രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. നാൽക്കാലി സംബന്ധമായിട്ടുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ നഷ്ടങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം. എല്ലാ പ്രകാരത്തിലും നമ്മുടെ തൊഴിൽ ജാഗ്രത പുലർത്തിയാൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വ്യാഴം 12 ജന്മത്തിലും വരുമ്പോൾ കൂടുതൽ ചെലവുകൾ, നല്ല കാര്യങ്ങൾക്കുള്ള ചെലവുകൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ആശുപത്രി സംബന്ധമായിട്ടുള്ള ചെലവുകളും പ്രതീക്ഷിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് പണം മുടക്കേണ്ടതായിട്ട് വരും. കുടുംബത്തിലെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ഉണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളെല്ലാം നാട്ടിലേക്ക് എത്തുന്നതിനും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാനും തടസ്സങ്ങളുണ്ടാകും. നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് തന്നെ വിദഗ്ധ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടണം. ഒന്നും നീട്ടിവെക്കാൻ പാടില്ല എന്ന് ചുരുക്കം. പ്രണയബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിവാഹാദി കാര്യങ്ങളിൽ, സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യങ്ങളിലെല്ലാം നടക്കുന്നതാണ്. പുണർതം നക്ഷത്രക്കാർക്ക് 2025 വർഷം നല്ല ഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.